മീൻ പിടിക്കുന്നതിന് ഇടയിൽ ന്യൂസിലാൻഡിൽ മലയാളി മുങ്ങി മരിച്ചു. ആലപ്പുഴ നെടുമുടി സ്വദേശി ശരത്താണ് മരിച്ചത്. കടലിടുക്കിൽ റോക്ക് ഫിഷിങ്ങിന് പോയപ്പോഴായിരുന്നു അപകടം. മൂവാറ്റുപുഴ സ്വദേശിക്കായി തിരച്ചിൽ തുടരുകയാണ്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. മനീഷ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, രണ്ടുപേരെ കാണാതായതിൽ ആലപ്പുഴ നെടുമുടി സ്വദേശി ശശി നിവാസിൽ 37-കാരനായിട്ടുള്ള ശരത് കുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരാൾ മൂവാറ്റുപുഴ ചെമ്പകത്തിനാൽ ഫെർസിൽ ബാബുവിന്റെ മൃതദേഹത്തിന് വേണ്ടി തിരച്ചിൽ തുടങ്ങുകയാണ്. ഈ സംഭവം ഉണ്ടാകുന്നത് ന്യൂസിലൻഡിൽ നേരത്തെ, അതായത് ഇന്ത്യൻ പ്രാദേശിക സമയം ബുധനാഴ്ച വൈകിട്ട് 4-ഓടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വിനോദത്തിനായി റോക്ക് ഫിഷിംഗ് നടത്തുന്നതിന് വേണ്ടിയാണ് ഇവർ പോയത്. രാത്രി വൈകിയും ഇരുവരും വീട്ടിൽ തിരികെ എത്താത്തതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ നോർത്ത് ലാൻഡ് പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് 3 കിലോമീറ്റർ തീരപ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും ഇരുവരെയും കണ്ടെത്തിയില്ല. ഇന്ന് പുലർച്ചെയോടെ ഒരാളുടെ മാത്രം മൃതദേഹം കിട്ടി. ഇവരുടെ വാഹനവും മൊബൈൽ ഫോൺ, ഷൂ എന്നിവ കടൽ തീരത്ത് നിന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഹെലികോപ്റ്ററിലും കടലിലും പരിശോധന നടത്തിയെങ്കിലും വ്യാഴാഴ്ചയും രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്താനായില്ലായിരുന്നു. നോർത്ത് ലാൻഡ് പോലീസ് അറിയിച്ചിരുന്നു. ഫെർസിലും ശരത്തും കുടുംബത്തോടൊപ്പം ന്യൂസിലാൻഡിലെ സെൻട്രൽ വാങ്കരയിലേക്ക് അടുത്തിടെയാണ് താമസം മാറിയത്. ഈ കടലിനോട് ചേർന്നുള്ള പാറക്കെട്ടുകളിലും കുത്തനെയുള്ള കടലിടുക്കുകളിലും സാഹസികമായി നടത്തുന്ന മീൻപിടുത്തമാണ് ഈ റോക്ക് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇവർ അടുത്തിടെ ഈ തരത്തിൽ വിനോദത്തിൽ ഉണ്ടായിരുന്നു എന്ന് കുടുംബാംഗങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഈ അപകടത്തിൽ കാണാതായതിൽ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഗോപികൃഷ്ണൻ. മനീഷ് മഹിപാൽ ആണ് വിവരങ്ങൾ നൽകിയത്.